ETV ഭാരത് ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. റാഗിങ്ങിനെ തുടർന്ന് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ സിദ്ധാർത്ഥിനെ 5 മണിക്കൂർ തുടർച്ചയായി മർദ്ദിച്ചുവെന്ന് പോലീസ് റിപ്പോർട്ട്. ഹോസ്റ്റലിൽ അലിഖിത നിയമം, കൊലപാതക സാധ്യത തള്ളാതെ റിമാൻഡ് റിപ്പോർട്ട്. മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട് ആയുധങ്ങൾ കൊള്ളയടിച്ച കേസിൽ 7 പ്രതികൾക്കെതിരെ CBI കുറ്റപത്രം സമർപ്പിച്ചു. ഗുവാഹത്തി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ഭൂട്ടാനിലും ബംഗ്ലാദേശിലുമല്ല തൊഴിൽരഹിതർ കൂടുതൽ ഇന്ത്യയിലെന്ന രാഹുൽ ഗാന്ധി. ഇതിനു കാരണം പ്രധാനമന്ത്രിയാണെന്നും രാഹുലിന്റെ വിമർശനം. ടുക്കിനിയ കർഷക കൊലയിൽ കുറ്റാരോപിതനായ അജയ് മിശ്രയ്ക്ക് ലോക്സഭാ ടിക്കറ്റ്. BJPക്കെതിരെ കർഷകർ രംഗത്ത്, രാജ്യവ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം. കാസർകോട്ടെ BJP സർപ്രൈസ്, അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായി ML അശ്വിനി. മഹിളാ മോർച്ച നേതാവാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മണ്ഡലത്തിലെ BJP പോരാളി ML അശ്വിനി. തിങ്കളാഴ്ച മുതൽ തൃശൂരിൽ പ്രചരണം തുടങ്ങുമെന്ന സുരേഷ് ഗോപി. തന്നെ തള്ളിപ്പറയാനോ ഒഴിവാക്കാനോ വോട്ടർമാർക്ക് കഴിയില്ലെന്ന അമിത വിശ്വാസമുണ്ടെന്നും സുരേഷ് ഗോപി. ഷിൻഡെ പക്ഷത്തിന്റെ ഫണ്ട് പിൻവലിച്ചു. ശിവസേന നേതാവ് അനിൽ ദേശായിക്ക് സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗത്തിന്റെ സമൻസ്. മുംബൈ പോലീസാണ് നോട്ടീസ് അയച്ചത്. രാമേശ്വരം കഫേയിലുണ്ടായ സ്ഫോടനം ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ നടപടി വേണമെന്ന് കഫേ CEO. സ്ഫോടനത്തിൽ പരിക്കേറ്റവർ ചികിത്സയിൽ, അന്വേഷണം ഊർജിതം. ന്യൂഡൽഹിയിൽ ഫുട്പാത്തിൽ ചാക്കിലുപേക്ഷിച്ച നിലയിൽ അജ്ഞാത മൃതദേഹം. അന്വേഷണം ആരംഭിച്ച പോലീസ്. കൊലപാതകമെന്ന പ്രാഥമിക നിഗമനം. വെല്ലിംഗ്ടൺ ടെസ്റ്റിൽ കിവീസിനെ വീഴ്ത്തി ഓസ്ട്രേലിയ. ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിലെ പരാജയം ന്യൂസിലാൻഡിന് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലെ 1ാം സ്ഥാനം നഷ്ടമായി. ഇതോടെ ഇന്ത്യ പോയിന്റ് പട്ടികയിൽ 1ാമതെത്തി. കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും ETVBharat.com സന്ദർശിക്കുക.